ഇനി ദേവരാജ മാസ്റ്റർ ഇച്ചിലാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി ഇവിടെ മത്സരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം കീർത്തന. ദേവരാജൻ മാസ്റ്റർ റൗണ്ടിലാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്ത പാട്ട് കണ്ണ അലിലക്കണ്ണ എന്ന് പറയുന്ന ഗാനമാണ്. നന്നായിട്ട് തന്നെ പാടാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഐശ്വര്യം, സാരി എനിക്ക് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തായാലും നന്നായിട്ടുണ്ട്. അതേപോലെ ഓർണമെന്റ്സ് ആതിര ചേച്ചി, ആതിര വിജയൻ. ആണോ? ഓ, എല്ലാം സ്പോൺസേർഡ് ആണെന്ന്. എല്ലാവർക്കും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു നിമിഷം. സ്വന്തമായിട്ട് ഞാൻ ഇന്ന് പാട്ട് മാത്രമേ പാടുള്ളൂ. അപ്പൊ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? കണ്ണ അലിലക്കണ്ണ. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് കീർത്തന. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.
കീർത്തന Yes. നടഭൈരവി രാഗത്തിൽ ദേവരാജ മാസ്റ്റർ സംഗീതത്തിൽ കീർത്തനയുടെ ആലാപനത്തിൽ കീർത്തന നേടുന്നു ഗോൾഡൻ Thank you. സന്തോഷായോ കീർത്തന? സന്തോഷായി. അപ്പൊ ആരിൽ നിന്ന് തുടങ്ങണം? എന്തായാലും ഗോൾഡൻ ബസ്റ്റർ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നല്ല കമന്റ്സ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിനയ ചേച്ചി, പാട്ടിനെ കുറിച്ച് പിന്നെ പറയാം. ആ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, പറയട്ടെ? പറഞ്ഞോളൂ. ನಮ್ಮೂರು ಮೈಸೂರು ನಿಮ್ಮೂರು ಯಾವೂರು ಎಲ್ಲಿಂದ ಬಂದೆ ಹೇಳು ಜಾಣೆ ನಿನ್ನಂಥ ಚೆಲುವೆ ಎಲ್ಲೂ ಕಾಣೆ ಲಾ 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 ನಿನ್ನಂಥ ಚೆಲುವೆ ಎಲ್ಲೂ ಕಾಣೆ. സൂപ്പർ. കീർത്തന മൈസൂരിലാണ്. അതുകൊണ്ടാണ് ഞാൻ മൈസൂര് ഓർത്ത് പറഞ്ഞത്. പിന്നെ ഇതെങ്ങനെ മനസ്സിലായി? ഈ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ. അത് മൈസൂരിന്റെ വൈശാല്യമാണ് കാണിച്ചത്. ഓ അത് ശരി. മെസ്മറൈസിംഗ് പെർഫോമൻസ് ആയിരുന്നു, വേറൊന്നും പറയാനില്ല. Thank you, ചേച്ചി. കീർത്തനക്കുട്ടി ഗംഭീരമായിട്ട് പാടി. എനിക്ക് Thank you, ചേച്ചി. വളരെ വളരെ ഇഷ്ടമുള്ള പാട്ടും പഴയ പാട്ടുകൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു വേഷവും ആ ഒരു നിൽപ്പും ആ പാട്ടും എല്ലാം കൂടെ ആയപ്പം അതിഗംഭീരമായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. Thank you. മതിച്ചേട്ടാ. കീർത്തന Sir. സൂപ്പറായിട്ട് പാടി കേട്ടോ. Thank you, sir. വളരെ ആ മാധുര്യമ്മ കൊടുത്തിരിക്കുന്ന ഇതൊക്കെ കൊണ്ടുവന്നു, ആ ഒരു സ്റ്റൈലൊക്കെ പാട്ടിൽ കൊണ്ടുവന്നു. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വേഷവും കലക്കി, ഇന്നത്തെ പാട്ടും കലക്കി. ആഹാ. Thank you, മതിച്ചേട്ടാ. Thank Thank you. you. മഞ്ജരി, കീർത്തന, ചേച്ചി. ഇന്നത്തെ പാട്ടും കലക്കി, ഇന്നത്തെ വേഷവും കലക്കി. സൂപ്പർ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കീർത്തന ആദ്യം മുതൽ അവസാനം വരെ നിന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പാടിയ കണ്ണ എന്നുള്ള വിളി ഉണ്ടല്ലോ, അത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ക്ലീൻ ആയിട്ട് പാടി. Thank you, ചേച്ചി. ഗോഡ് ബ്ലെസ് യു. Thank you. താങ്ക് യു മഞ്ജരി. താങ്ക് യു. ഗായത്രി, ഒന്നും പറയാനില്ല, അടിപൊളി. Thank you, ഉഗ്രൻ ചേച്ചി. സിംഗിങ്. ഇതുപോലെ തന്നെ ऊपर से। ऊपर से ऊपर से ऊपर. കീർത്തന, അപ്പൊ എന്തായാലും നമ്മുടെ പെർഫോമൻസിന് ഗോൾഡൻ ബസ്റ്റർ ലഭിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നല്ല കമന്റ്സും കേട്ടു. ഇനി നമുക്കൊരു സമ്മാനം എന്തായാലും വേണ്ടേ? ഇതിൽ നിന്ന് 3 പേരും സമ്മാനം തരാം. 3 പേര് ഒരുമിച്ച്. അതെ. പീലിയേഴും വീശിവ സ്വരരാഗമയൂരമേ, പീലിയേഴും വീശിവ സ്വരരാഗമയൂരമേ, ആയിരം വരവർണ്ണങ്ങൾ, ആയിരം വരവർണ്ണങ്ങൾ ആടുമീ ഋതുസന്ധ്യയിൽ, പീലിയേഴും വീശിവ സ്വരരാഗമാം മയൂരമേ. ആഹാ. കീർത്തന, അപ്പൊ എന്തായാലും സമ്മാനമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പീലി 7 വീശി മയിലിനെ പോലെ വന്നു എന്നൊക്കെയാണ് നമ്മുടെ ജഡ്ജസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും മയിലിനെ പോലെ വന്ന് ദാ ഗോൾഡൻ ബസ്റ്റർ ഒക്കെ നേടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നവരെ കാത്തിരിക്കാം. റിസ്ക് എന്തായാലും കുറവാണ്, എന്നാലും ഓൾ ദ ബെസ്റ്റ്. Thank you. ഓക്കെ, താങ്ക് യു. Thank you. ഇനി അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഫേവറേറ്റ് സോങ് റൗണ്ടിലാണ് നമ്മുടെ മത്സരാർത്ഥി ഇവിടെ പെർഫോം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി പ്രശാന്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശൃംഗാര കൃഷ്ണാവരം എന്ന പാട്ടാണ് ഫേവറേറ്റ് മെലഡി സോങ് റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനുണ്ട്. എന്നാലും നന്നായിട്ട് പാടാൻ പറ്റണമെന്നാണ് പ്രതീക്ഷ. നിങ്ങളിങ്ങനെ കാലൊച്ച ഉണ്ടാക്കി നടന്നു വരരുത്. നമ്മളിപ്പോ ഒരു കഥ കേട്ട് കഴിഞ്ഞുള്ളൂ. ആ കഥയുടെ ക്ഷീണത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ അനങ്ങാതെയും മിണ്ടാതെയും ഒക്കെ പുറകെ വന്ന് നിന്നാ ഡെയിലി പരിപാടി കഴിയും. പ്രത്യേകിച്ച് കയ്യും വീശാതെ വന്ന. അതെ, ഞാൻ പേടിച്ചു. ഞാൻ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ഓഹോ, നമ്മള് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ശ്രീകുട്ടി പാട്ട് പാടുമ്പോഴും ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ശൃംഗാര കൃഷ്ണാവരം. പേടിയൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിക്ക്. ശൃംഗാര കൃഷ്ണ വരൂ, പൂവണിഞ്ഞു വൃന്ദാവനി, വേണുവിൽ മധുരം പാ
നൈസ് വെരി നൈസ് ഗുഡ് ഡാൻസേഴ്സ് സൂപ്പർ. ശ്രീകുട്ടി അങ്ങനത്തെ ഫേവറേറ്റ് സോങ് റൗണ്ടിൽ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ നന്നായി പാടാൻ പറ്റുമോ? ഫിനാലെ ആകാറായതിന്റെ എന്തെങ്കിലും പേടിയോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഇല്ലാതെ പാടിയോ? ഉണ്ടായിരുന്നു. ശരി, അപ്പൊ പാടുമ്പോ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷനൊക്കെ പാട്ടിന് ബാധിച്ചോ മഞ്ജരി? വീണ്ടും ഒരു റെയർ ആയിട്ടുള്ള പാട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഈ പാട്ട് പെർഫോം ചെയ്ത് കാണുന്നത്. ശ്രീകുട്ടിക്ക് എവിടെ നിന്നാ ഈ ഒരു റെയർ കളക്ഷൻസ് കിട്ടുന്നത്? ഈ പാട്ട് എനിക്ക് പാടണമെന്ന് ആഗ്രഹമുള്ള ഒരു പാട്ടായിരുന്നു. കാര്യമായിട്ടും? അപ്പൊ ഇത് ഒരുപാട് പാടിയതാണോ ഇതിനു മുന്നേ? ഇല്ല, ഇതിനു വേണ്ടി ഇഷ്ടമുള്ള പാട്ടാ. ഇഷ്ടമുള്ള പാട്ടായിരുന്നു. നന്നായി പാടി ശ്രീകുട്ടി. നല്ലൊരു എഫേർട്ടായിരുന്നു എന്ന് തന്നെ പറയണം. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. എനിക്കെന്തോ ഇന്നത്തെയും അന്ന് ഡേഞ്ചർ സോണിൽ പോയ ആ ഒരു ശ്രീകുട്ടിയിലും എന്തോ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്ക് തോന്നുന്നു. കാരണം ശ്രീകുട്ടി അനുപല്ലവിയൊക്കെ പാടുമ്പോൾ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് പാടുന്നത്. അയ്യോ ഇത് സംശയം, അതായത് ഈ വരികൾ ഇതാണോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല ശ്രീകുട്ടിയുടെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു സംശയത്തിൻ്റെ ഒരു എലിമെന്റ് പാടുന്നതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു യൂഷ്വൽ ശ്രീകുട്ടിയുടെ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് വരുന്നില്ല. കുറച്ചുകൂടി ഈ പാട്ട് തന്നെ ശ്രീകുട്ടിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഇത് തന്നെ ശ്രീകുട്ടിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് പാടാൻ പറ്റും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മഞ്ജരി. മത്സ്യേട്ടാ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഈ സെലക്ഷൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ പാടിയതിലൊരു കോൺഫിഡൻസ് കുറവ് എനിക്കും ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഇന്നും മെയിൻ ശത്രുവായിട്ട് നിന്നത് ശ്രുതിയും ബ്രത്തുമാണ്. ശൃംഗാരകൃഷ്ണാവരു പൂവണിഞ്ഞ വൃന്ദാവനം വേണുവിൽ മധുരം പാടി വേദന മാറ്റൂ എങ്ങനെയാണ് ഓരോ ഇതിൻ്റെ ഇടയിലും ശ്വാസം വലിച്ചാണ് ശ്രീകുട്ടി പാടിക്കൊണ്ടിരുന്നത്. ഒന്നാമത്തേന് ബ്രത്ത് കുറവാണ്. മൈക്ക് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുപോവുക. ആ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. പക്ഷെ നമ്മുടെ വോയിസ് അവിടെ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇന്നുണ്ട് ശ്രീകുട്ടി നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതല്ല. ഇതൊക്കെ മേലെ നല്ല ഒരു കഴിവുള്ളൊരു പെൺകുട്ടിയാണ്, ഒരു നല്ല സിംഗറാണ്. അപ്പോൾ ഇതിലും കൂടുതലാണ് ഞങ്ങളുടെ പ്രതീക്ഷ ശ്രീകുട്ടി നിന്ന്. ഇന്ന് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, കഴിഞ്ഞ സ്റ്റേജിൽ അങ്ങനെ സംഭവിച്ചത് ഒരു ചെറിയ കോൺഫിഡൻസ് കുറച്ചിട്ടുണ്ട്. ആണോ? ഇതിനൊക്കെ നിർഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ 5 മിനിറ്റ് ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് നന്നായിട്ട് പാടി ഫലിപ്പിക്കേണ്ട ഒരു 5 മിനിറ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മഞ്ജേട്ടാ. ഗായത്രി? നന്നായി പാടി. ഇപ്പം ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ജസ്റ്റ് കീപ് ട്രൈങ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക. പേടി മനസ്സെന്ന് കളയാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഗായത്രി. ആശേച്ചി? കുറച്ചുകൂടെ നന്നായി പാടാമായിരുന്നു ഈ പാട്ടെന്ന് എനിക്ക് തോന്നി. ഈ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമായിരിക്കാം. നോട്ട് ടു വറി അബൌട്ട് ഇറ്റ്. വളരെ ബോൾഡായിട്ട് ജീവിതത്തിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും കോമ്പറ്റീഷനിലാണെങ്കിലും ഒക്കെ അങ്ങനെ വേണം മുമ്പോട്ട് പോകാൻ. കേട്ടോ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആശേച്ചി. വിനയ് ചേച്ചി? വളരെ നന്നായി പാടി, പക്ഷേ എവിടെയോ ഒരു കോൺഫിഡൻസ് കുറവ്. ശ്രീകുട്ടിയുടെ പേരിൽ തന്നെ ഒരു ശ്രീ ഉണ്ട്. ശ്രീ എന്ന് പറയുന്നത് എന്തിനും എപ്പോഴും ഒരു ശുഭാരംഭം. ഇനി മോളുടെ കരിയറിൽ, ഇനി മോളുടെ ഈ സിംഗറായിട്ടുള്ള ജീവിതത്തിൽ, പിന്നെ പേഴ്സണൽ ജീവിതത്തിലും ഇത് ഒരു ശ്രീകാരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിനയ് ചേച്ചി, ഇപ്പോ ശ്രീകുട്ടി ഇപ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആകെ കുറച്ചും കൂടിയും ടെൻസ്ഡ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. വിനയ് ചേച്ചി ഒരു കന്നഡ ഒരു 4 വരി പാട്ട് പാടിയാൽ ചിലപ്പോ എല്ലാവരും ഒന്ന് കൂളാവുന്നു തോന്നുന്നു. ഓക്കെ. ದೂರದಿಂದ ಬಂದಂಥ ಸುಂದರಂಗ ಜಾಣ, ನೋಟದಲ್ಲೇ ಸೂರೆಗೊಂಡ ಅಂತರಂಗ ಪ್ರಾಣ, ಈತನಂತರಾಳ ಹೇಗೋ ರೀತಿ ನೀತಿ ಹೇಗೋ, ನಾ ಕಾಣೆ ನನ್ನ ದೇವರಾಣೆ, ಭಲರೆ ಅವ ತೀರ ಮೋಸಗಾರ, ಭಲರೆ ಇವ ತೀರ ಮೋಸಗಾರ, ಭಲರೆ ಇವ ತೀರ ಮೋಸಗಾರ, ಆಹ 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 ಆಹ, ದೂರದಿಂದ ಬಂದಂಥ ಸುಂದರಂಗ ಜಾಣ. വരികളൊന്നും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും
പാട്ട് അടിപൊളിയായിരുന്നു. ദൂരേന്ന് വന്ന ഒരു ആ. മോശക്കാരനെ, അത് മനസ്സിലായി, എനിക്ക് മോശക്കാരൻ. ഇഷ്ടമായ മോശക്കാരനെ ആ എന്നുണ്ട്. അങ്ങനെ പറ. ഡെയിനെയാണോ ഉദ്ദേശിച്ചത്? അല്ലല്ലോ, ആരെ? ഡെയിനെ അല്ലല്ലോ. അയ്യോ അല്ല, പാവം, അത് മോശക്കാരനാണോ? അതാണ് കേട്ടോ. ആ. ഇതൊരു പെപ്പി സോങ് ആയതുകൊണ്ട് പാടിയതാണ്. ഓക്കെ, താങ്ക് യു വിനയ് ചേച്ചി. ശ്രീകുട്ടി, അപ്പൊ എന്തായാലും പാട്ടൊക്കെ കിട്ടി, ഹാപ്പി ആണല്ലോ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മത്സരത്തിന്റെ അവസാന ഘട്ടമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും ഇവര് കാര്യമായിട്ട് എടുത്ത് പറയും. അപ്പൊ എന്തായാലും റിസൾട്ടിന് വേണ്ടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിയും വരെ കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഇന്നത്തെ മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വിനയ് ചേച്ചി, നമ്മൾ നേരത്തെ വിനയ് ചേച്ചിയുടെ ഒരു ആഗ്രഹം മധുചേട്ടൻ സാധിച്ചു തരും എന്ന് പറഞ്ഞിരുന്നു. അത് ഇതുവരെ സാധിച്ചു തന്നിട്ടില്ല. അത് സാധിച്ചു തരാനുള്ള സമയമായിരിക്കുന്നു. തുടങ്ങൂ. കമോൺ മധുചേട്ടാ. ആ ആ കണ കണദേ ಶಾರದೆ ಕಳೆತಿಹಳು ಕಾಣದೆ ವನವನದಲ್ಲೂ ಕುಹು ಕುಹು ಗಾನ ಝರಿ ಝರಿಯಲ್ಲೂ ಜುಳು ಜುಳು ಧ್ಯಾನ ವಿಧ ವಿಧದ ನಾದ ಅವಳು ನುಡಿಸುತ್ತಿಹಳು ಕಣ ಕಣದೇ ಶಾರದೆ ಕಾಣೆತಿಹಳು ಕಾಣದೆ ವನವನದಲ್ಲೂ ಕುಹು ಕುಹು ಗಾನ ಝರಿ ಝರಿಯಲ್ಲೂ ಜುಳು ಜುಳು ಧ್ಯಾನ ವಿಧ ವಿಧದ ನಾದ ಅವಳು ನುಡಿಸುತ್ತಿಹಳು ಕಣ ಕಣದೇ ಶಾರದೆ ಕಾಳೆತಿಹಳು ಕಾಣದೆ വിനയ് ചേച്ചി, ആ ഒരു ആഗ്രഹം നമ്മൾ ഈ വേദിയിലൂടെ സാധിച്ചിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് മധുചേട്ടനോട്? പിന്നെ മധു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ മധുരമായ മധുമുള്ള എന്ത് പറയാനാ, എന്ത് പറയാനാ, അവർ പ്രിവിലേജ് ടു ഹാവ് യു ഇൻ കന്നഡ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഈ ഒരു സന്തോഷത്തിൽ ഇന്നത്തെ ദിവസത്തെ അവസാന മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്താലോ? തീർച്ചയായിട്ടും. ദേവരാജ മാസ്റ്റർ റിച്ചിലാണ് അടുത്ത മത്സരത്തിൽ ഇവിടെ മത്സരിക്കാനായി വരുന്നത്. ലെറ്റ്സ് വെൽക്കം ആതിര വിജിത്ത്. ദേവരാജ മാസ്റ്റർ റൗണ്ടിൽ ഞാനിന്ന് പാടാൻ പോകുന്നത് സുശീലാമ്മ പാടി വളരെ മനോഹരമാക്കിയിട്ടുള്ള ശ്രാവണ ചന്ദ്രിക പൂച്ചോടിച്ചു എന്ന് പറയുന്നുള്ള സോങ്ങാണ്. അപ്പോൾ ഈ പാട്ട് നന്നായി പാടാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആതിരക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടുകൊണ്ടാണ് ആതിര വന്നിരിക്കുന്നത്. ധാവണി. അപ്പൊ എന്തായാലും ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? സുശീലാമ്മ പാടിയ ശ്രാവണ ചന്ദ്രിക എന്ന് ശ്രാവണ ചന്ദ്രിക. സൂപ്പർ, കളിക്കോളൂ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചന്ദ്രിക പൂച്ചോടിച്ചോ ഭൂമി കന്യ
വെരി ഗുഡ് വെരി ഗുഡ്. ആതിര സൂപ്പർ. ആതിര, എന്തോ ഒരു പെണ്ണിന്റെ കഥ എന്ന് പറയുന്ന സിനിമയിലെ ഗാനം, അതെ. ദേവരാജ മാസ്റ്റർ സംഗീതം, എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. ആ തോന്നൽ ശരിയാണോ ഗായത്രി? മോളൊരു സ്റ്റൈൽ ക്വീൻ ആണല്ലോ. താങ്ക് യു ചേച്ചി. ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ, നന്നായി പാടി മോള്. താങ്ക് യു ചേച്ചി. ഇതൊരു ശുദ്ധ സംഗീതത്തിന്റെ ഒരു എന്താ പറയാ, പ്രോപ്പർ കർണാട്ടിക് സ്റ്റൈലിലുള്ള ഒരു പാട്ടാണ് ദേവരാജ മാഷിന്. അപ്പം അത് സ്റ്റേജിൽ പാടുക പറഞ്ഞാൽ എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ മോളത് വളരെ അനായാസമായിട്ട് പാടി എന്നുള്ളതാണ്. താങ്ക് യു ചേച്ചി. ഇതുപോലെ തന്നെ മനോഹരമായിട്ട് പാടിക്കൊണ്ടിരിക്കൂ. ഗോഡ് ബ്ലെസ്. താങ്ക് യു ഗായത്രി. മഞ്ജലി, എന്ത് മനോഹരമായിട്ടാണ് പാടിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ട് കൂടിയാണിത്, സുശീലാമ്മയുടെ. അത് അസലായിട്ട് പാടി. ആതിരയുടെ വോയിസിൽ, ആതിരയുടെ രീതിയിൽ ആതിര ഈ പാട്ട് പാടി. താങ്ക് യു ചേച്ചി. പിന്നെ ചെറിയ സംഗതി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ആതിരയ്ക്ക് തന്നെ അറിയാമെന്ന് തോന്നുന്നു. അനുരാഗം എന്ന് പറയുമ്പോൾ 2-3 സ്ഥലത്ത് അതിൻ്റെ പെർഫെക്ഷൻ കുറവുണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്യുന്നോ? ചെയ്യും. ഇപ്പം ചെയ്യുന്നോ? ചെയ്യും. എന്നാ ചെയ്തോളൂ. അനുരാഗ. ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഇതാണ് അവിടെ സ്ലിപ്പായി പോയത്. അതെ. വേറൊരു അനുരാഗമല്ലേ, അനുരാഗ കവിത. അത് നന്നായിരുന്നു. അതെ, അത് എല്ലാ സ്ഥലത്തും ഭംഗിയായിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മഞ്ജരി. എനിക്ക് അതിൻ്റെ ഇടയിൽ ഓർമ്മ വന്നത് ഒരു ഹിന്ദി പാട്ടുണ്ട് പഴയ സിനിമയിലെ. മോഹെ പൻ ഘട്ട് പേ നന്ദലാൽ छेड़ गयो रे. മോഹെ പൻ ഘട്ട് പേ നന്ദലാൽ छेड़ गयो रे. മോരെ നാജുക് കലൈയാ മാരോട് गयो रे. മോരെ नाजुक कलैया मारोड़ गयो रे. मोहे पन घट पे नंदलाल छेड़ गयो रे. സൂപ്പർ, വെരി നൈസ്. പാട്ടും അതിൻ്റെ പാട്ടിൻ്റെ സെലക്ഷനും വളരെ മനോഹരമായി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ആതിരത് പാടുകയും ചെയ്തു. ഉഗ്രനായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. ആ ചേച്ചി, എല്ലാ മലയാളികൾക്കും പ്രിയപ്പെട്ട പാട്ടാണ്, അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിഗംഭീരമായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു ചേച്ചി. താങ്ക് യു. പിന്നെ ചേച്ചി, വെരി 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 ഫാബ്യുലസ്ലി റെൻഡിഷൻഡ് സോങ്. താങ്ക് യു. നല്ല തേൻ വോയിസ് ആണ് അല്ലേ? എന്ത് മധുരിക്കുന്ന ഒരു വോയിസ് ആണ് മോളുടെ. ആസ്വദിച്ചു, നല്ലോണം ആസ്വദിച്ചു. വെരി നൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു കൗതുകം എന്ന് പറയുന്നത്, ചേച്ചി മലയാളം പഠിച്ചു, അതൊക്കെ നമ്മൾ സമ്മതിച്ചു. പക്ഷേ മലയാളത്തിൽ മലയാളികൾ പോലും പഠിക്കാത്ത വാക്കുകൾ എങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അതെ അല്ലേ? അതെ. അത് സാൻസ്ക്രിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ടാവാം അതാണ്. അല്ലേ? കന്നഡ പിന്നെ മലയാളത്തിന് ഒത്തിരി സാമ്യമുണ്ട് കേട്ടോ, കുറേ സാമ്യമുണ്ട്. ചില വാക്കുകൾ അതുപോലെയാണ് കന്നഡയില്. കുറച്ച് ഞാൻ ഗുരുകിരൺ ഗാരുവിന് വേണ്ടിയിട്ടൊരു മൂവിയിൽ പാടിയിരുന്നു കന്നഡ. ഇപ്പൊ ഖല്ലു ഖല്ലനു താൻ പറഞ്ഞ പാട്ടല്ലേ, ഞാൻ കുറച്ചൊന്ന് ഒരു വരി പാടാമോ? ഗല്ലു ഗല്ലു. ಘಲ್ಲು ಘಲ್ಲೆನು ತಾ ಗೆಜ್ಜೆ ಘಲ್ಲು ತಾಜನು ತಾ ಗೆಜ್ಜೆ ಘಲ್ಲು ಸಾಜನು ತಾ. ಗಲ್ಲಿತ ರಂಗನ್ ಗಲ್ಲಿಯ ಮ್ಯಾಲೆ ಚೆಲ್ಲಿದರೋ ಕುಳಿಯೋ. ನಮ್ ಗಲ್ಲಿತ ರಂಗನ್ ಗಲ್ಲಿಯ ಮ್ಯಾಲೆ ಚೆಲ್ಲಿದರೋ ಕುಳಿಯೋ. ಅರಿದರು ಅರಿಸಿನವಾ ಅದಕ್ಕೆ ಬೆರೆಸ್ಯಾರು ಸುಣ್ಣಾವ. ಅದಕ್ಕೆ ಬೆರೆಸ್ಯಾರು ಸುಣ್ಣಾವ. ಅಂದವುಳ್ಳ ರಂಗನ್ ಮ್ಯಾಲೆ ಚೆಲ್ಲಿದರೋ ಕುಳಿಯೋ. ನಮ್ ಅಂದವುಳ್ಳ ರಂಗನ್ ಮ್ಯಾಲೆ ಚೆಲ್ಲಿದರೋ ಕುಳಿಯೋ. ಹಾಲಿನೋ ಕುಳಿಯೋ ಒಳ್ಳೆ ನೀಲದೋ ಕುಳಿಯೋ. ಒಳ್ಳೆ ನೀಲದೋ ಕುಳಿಯೋ. ಲೋಲನಾದ ರಂಗನ್ ಮ್ಯಾಲೆ ಹಾಳಿನೋ ಕುಳಿಯೋ. ಗಲ್ಲು ಗಲ್ಲೆನು ತಾ ಗೆಜ್ಜೆ ಗಲ್ಲು ಸಾಜನು ತಾ ಗೆಜ್ಜೆ ಗಲ್ಲು ಸಾಜನು ತಾ. ರಂಗನ್ ಗಲ್ಲಿಯ ಮ್ಯಾಲೆ ಚೆಲ್ಲಿದರೋ ಕುಳಿಯೋ. ನಮ್ ಗಲ್ಲಿತ ರಂಗನ್ ಗಲ್ಲಿಯ ಮ್ಯಾಲೆ ಚೆಲ್ಲಿ
വെരി ഗുഡ്, സൂപ്പർ. അല്ലെങ്കിൽ അതിരാ അപ്പൊ എന്തായാലും ഹാപ്പി ആയാലോ? കുഴപ്പമില്ലാത്ത ജഡ്ജ്മെന്റ് ഒക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും റിസൾട്ടിനായി കാത്തിരിക്കാം. ഇതാ കഴിഞ്ഞു, നമ്മുടെ മത്സരമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എലിമിനേഷൻ സെഗ്മെന്റിൽ കണ്ടുമുട്ടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഈ 15ാം വീക്കിലെ എലിമിനേഷൻ ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് 2 റൗണ്ടുകളായി മത്സരിച്ച ഈ 9 മ്യൂസിക്കൽ വൈസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മ്യൂസിക്കൽ വൈസ് ഗ്രാൻഡ് ഫിനാലയുടെ സമയത്തായിരുന്നു ഞാൻ നിങ്ങളെ ഇതേപോലെ സ്വാഗതം ചെയ്തത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കീർത്തന പറഞ്ഞോളൂ. ഇന്ന് കീർത്തനയെ സംബന്ധിച്ച് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിൽക്കുമ്പോ. അതെന്തുകൊണ്ടാ? ഗോൾഡൻ ബസറാണ്. ഇന്നത്തെ ദിവസം കീർത്തന മാത്രമാണ് ഗോൾഡൻ ബസർ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് മാർക്കിന്റെ അടിസ്ഥാനം നോക്കുമ്പോൾ എന്തായാലും മുൻപന്തിയിലായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുവാണെങ്കിൽ അധികം ടെൻഷൻ ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് കീർത്തന. അപ്പോൾ കീർത്തനയ്ക്ക് എന്താണ് ഈ ഒരു എലിമിനേഷൻ പ്രക്രിയയെ പറ്റി സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? ഡെയിൻ പറഞ്ഞ പോലെ ചാപ്റ്ററിലായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടി നിന്നിട്ടൊരു എലിമിനേഷൻ ഉണ്ടായിരുന്നത്. മെഗാ ഫൈനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ പെർഫോമൻസ് കഴിയുമ്പോൾ തന്നെ റിസൾട്ട് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോ ഫൈനൽ എത്താറായി. ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ഫൈനലാണ്. ഏതാനും റൗണ്ടുകൾ മാത്രമാണ് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇനി ഇങ്ങനെ ആവാം എന്ന് കരുതിയത്. ഓക്കെ, ആർക്കും ടെൻഷൻ ഒന്നുമില്ലല്ലോ? എല്ലാവരും നന്നായി പാടിയോ? ആരൊന്നും ധൈര്യത്തോടെ പറയുന്നില്ലല്ലോ. നല്ല ചങ്കൂറ്റത്തോടുകൂടി നല്ല രീതിയിൽ പാടി എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? നന്നായി പാടാൻ പറ്റിയല്ലേ? ഗോൾഡൻ ബസർ കിട്ടിയോണ്ട് നമുക്ക് എന്തായാലും അത് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്താണ് ബാക്കിയുള്ളവരുടെ അവസ്ഥ? ആർക്കും ധൈര്യം പോരെ? അതിന് വിജയൻ, എന്താണ് അവസ്ഥ? നന്നായി പാടിയോ? എന്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താണ് ഇന്ന് പാടിയ പാട്ടിനെ കുറിച്ച്? ഏത് റൗണ്ടിലായിരുന്നു പാടിയത്? ഞാൻ ഇന്ന് ദേവരാജൻ മാസ്റ്റർ റൗണ്ടിലാണ് പാടിയത്. ഏത് പാട്ടായിരുന്നു? പാതിരാ തണുപ്പ് വീണു എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. പാതിരാ തണുപ്പ് വീണു, മഞ്ഞു വീണു, പാട്ടു നിർത്തി കിടക്കൂര പാടി. ആ പാട്ടിനെ സ്വന്തമായിട്ട് വിലയിരുത്തുമ്പോൾ ഞാൻ ഇവിടെ തന്നെ നിലനിൽക്കാൻ അവകാശമുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കുറച്ചൊക്കെ തോന്നുന്നുണ്ട്. രിഷ്മ അറിയാം, ഇന്നലെയാണ് ആക്സിഡന്റ് പറ്റിയത്. അപ്പോൾ ആരോഗ്യം ശരിയായ രീതിയിലല്ല. എങ്കിൽ കൂടി ഇവിടെ വന്ന് പെർഫോം ചെയ്തു. പെർഫോമൻസ് നന്നായി ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ ചെയ്തു. ഇവിടെ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കൊടുത്തു. ഓക്കെ, ഈ ഒരു അവസ്ഥ. മാനം തുടുക്കണ നേരം വെളുക്കണ കാണാൻ കൊതിക്കണ കണ്ണിന്. ഓക്കെ, അപ്പൊ എന്തായാലും ആ എഫർട്ടിന് എന്തായാലും റിസൾട്ട് ഉണ്ടാവട്ടെ. ജോയ്സ്, ഈ ഫിനാലെ എത്താറായി. നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് എലിമിനേഷനുകളൊക്കെ കണ്ടിട്ടാണ് ഈ വേദി വരെ എത്തിയത്, ഈ സ്റ്റേജ് വരെ എത്തിയത്. ഈ സ്റ്റേജിൽ എത്തിയപ്പോ നമുക്ക് കൂടുതൽ ടെൻഷനാണോ, ഉത്തരവാദിത്വം കൂടിയോ, അല്ലെങ്കിൽ പ്രാക്ടീസ് കൂട്ടിയോ? കാരണം ഒരു ഫൈനലിനോട് അടുത്ത് നിൽക്കുകയാണല്ലോ. ഓക്കെ, അപ്പൊ അതിന്റേതായ ഉത്തരവാദിത്വം ഉണ്ട്. പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. ഫേവറേറ്റ് സോങ് റൗണ്ടിലാണ് പെർഫോം ചെയ്തത്. ആത്മാവിൻ പുസ്തകത്താളിൽ ഒരുമയിൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് തന്നെയാ പാടിയത്. ശരി, പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. ശ്രീകുട്ടി, എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായി എലിമിനേഷനിലെത്തി? ആ ഒരു ടെൻഷൻ ഇന്നത്തെ പെർഫോമൻസിനെ ബാധിച്ചു എന്നാണ് നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സംസാരിച്ചത് അല്ലേ? ശൃംഗാര കൃഷ്ണ വരൂ പൂവണിഞ്ഞു വൃന്ദാവനി. അപ്പോ ഈ ഒരു സമയത്ത് അങ്ങനെ ബാധിക്കുമ്പോ നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പിന് അത് പ്രശ്നമാകോ? അറിയില്ല, നോക്കാം. ശരി, എന്താണ് ശ്രീകുട്ടിയുടെ പ്രതീക്ഷ? കമ്പാരിസൺ വരുന്ന സമയത്ത് കൺഫ്യൂഷനാണ്. എന്തായാലും അതിന് രജേഷ് നല്ല മലയാളി നാടൻ കുട്ടിയായിട്ടാണ് വന്നത്. മലയാള ഭാഷയെ പറ്റിയാണ് പാടിയത്. മലയാള ഭാഷ തൻ മാതക ഭംഗിനിൽ മലർമന്ദഹാസമായി വിരിയുന്നു. എനിക്കിഷ്ടം
ഇഷ്ടമുള്ള പാട്ടാണത്. Okay. അപ്പൊ അത് കുഴപ്പമില്ലാതെ പാടി. കഴിഞ്ഞ പ്രാവശ്യം ഡേഞ്ചർ സോണിൽ വന്നപ്പോൾ വിഷമമുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും നന്നായിട്ട് പാടാൻ പറ്റിയപ്പോൾ അതില് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ റിസൾട്ട് തുടരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിഖില കുഴപ്പമില്ലാണ്ട് പാടിയും തോന്നുന്നു. വെച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ഏകദേശം നന്നായിട്ട് തന്നെ പാടാൻ പറ്റി. ഇവിടെ തുടരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിരാ എന്തോ എങ്ങനെ നന്നായി പാടിയോ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ടെൻഷൻ ഒന്നുമില്ലാതെ പാടാൻ പറ്റിയോ? ഏത് റൗണ്ടിലാണ് പാടിയത്? ദേവരാജ മാസ്റ്ററിന്റെ പാട്ടായിരുന്നു. എങ്ങനെ ആ പാട്ടിനെ കുറിച്ച് എങ്ങനെ പ്രാക്ടീസ് ഒക്കെ നന്നായി ഉണ്ടായിരുന്നോ? അതോ ഈ ഫിനാലെ ആകാറായതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഫിനാലെ അടുത്തതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൻഷൻ കുറച്ചുകൂടെ ഒരു ഫ്രീ ആയതുപോലെ എനിക്ക് തോന്നി പാടുമ്പോ. എന്ത് റിസൾട്ട് വന്നാലും നമ്മൾ നേരിടും അല്ലേ? ശ്രുതിയിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു എലിമിനേഷൻ ഒക്കെ തുടങ്ങിയത് തന്നെ. ശ്രുതി ആയിരുന്നു ചാപ്റ്റർ 1 വിജയ്. അപ്പോൾ ശ്രുതി ഇപ്പോൾ ഈ ഫിനാലെ അടക്കാറായ സമയത്ത് നമ്മുടെ പാട്ടുകൾക്കൊക്കെ തുടക്കത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയോ? എങ്ങനെ ഈ ഒരു സ്റ്റേജിന് കാണുന്നു? കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. എല്ലാവരും കുഴപ്പമില്ലാന്നുള്ളൂ, എല്ലാവരും നന്നായി പാടി. പക്ഷെ ആർക്കൊക്കെയോ ചെറിയ ചെറിയ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ മാർക്കിനെ ബാധിച്ചിട്ടുണ്ട്. ആ മാർക്ക് നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിച്ചു. അപ്പൊ നമുക്ക് റിസൾട്ടിലോട്ട് കടന്നാലോ? ജഡ്ജസ്, നമ്മുടെ 9 മ്യൂസിക്കൽ വോയിസിന്റെ തകർപ്പൻ പ്രകടനങ്ങളായിരുന്നു നമ്മൾ ഇന്ന് കണ്ടത്. 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മ്യൂസിക്കൽ വോയിസ് മത്സരിച്ചത്. അപ്പോൾ അവരിലെ ആദ്യ 4 സ്ഥാനക്കാരെയാണ് നമ്മൾ ആദ്യം സേഫ് ആയിട്ട് ഇരുത്തുന്നത്. അതിനുശേഷമാണ് ബാക്കി 5 പേരുടെ റിസൾട്ട് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഈ നിൽക്കുന്ന 9 പേരിൽ ആരൊക്കെ ഇവിടെ നിലനിൽക്കും, ആരൊക്കെ ഇവിടെ നിന്ന് ഔട്ടാകുമെന്ന് എനിക്ക് യാതൊരു പിടുത്തവുമില്ല. എൻ്റെ കയ്യിൽ റിസൾട്ട് ഉണ്ട്, പക്ഷെ ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല. നിങ്ങളെല്ലാവരും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മത്സരാർത്ഥികളാണ്. നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ ആയിരുന്നു ഇത്രയും നാൾ. ഏകദേശം 1 വർഷത്തോളമായി നമ്മുടെ ഈ ഒരു സംഗീത യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് വിഷമത്തോട് കൂടിയിട്ടാണെങ്കിൽ പോലും എനിക്ക് റിസൾട്ട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഒരു വലിയ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ വിനയ് ചേച്ചി, നമ്മുടെ 9 മ്യൂസിക്കൽ വോയിസ് ആണ്. ഇവരിൽ ആരൊക്കെ ഇനിയുള്ള നമ്മുടെ ഈ സംഗീത യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ചേച്ചി ഇന്നത്തെ ദിവസം ഈ 9 പേരുടെ പെർഫോമൻസ് ആസ്വദിച്ചോ, അല്ലെങ്കിൽ 9 പേരും ഇവിടെ തന്നെ നിലനിൽക്കണമെന്നാണ് ആഗ്രഹം? എന്ത് തോന്നുന്നു? എല്ലാവരുടെ പാട്ടും വ്യത്യസ്തമായിട്ടുണ്ട് എന്ന നിലയിൽ, മധുരമായിരുന്നു എന്ന നിലയിൽ നന്നായിരുന്നു. എല്ലാവരും നന്നായി പാടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാ 9 പേരും ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. വെറുതെ ഞാൻ പറയുന്നേ ഉള്ളൂ. പക്ഷേ ഈ പരിപാടിക്ക് ഒരു ഡെക്കോറമുണ്ട്. ആ ഡെക്കോറം അനുസരിച്ച് നിങ്ങളുടെ തീരുമാനം അത് നിങ്ങളുടെയാണ്. അല്ലെങ്കിൽ എനിക്ക് എല്ലാ 9 പേരുടെ എല്ലാ പാട്ടുകളും സൂപ്പറാണ്. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ കോമ്പറ്റീഷൻ അല്ലേ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ ഇതൊരു മത്സരമായിട്ട് മാത്രം കാണുക. ഈ ഒരു 5 മിനിറ്റ് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിലാണ് ആ ദിവസത്തെ എലിമിനേഷനിൽ ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ ഇന്നാണോ ഔട്ടാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആരും വറി ചെയ്യാനില്ല. ലവ് യു ആൾ, വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ് യു ആൾ. മഞ്ജരി, എൻ്റെ 9 സുന്ദരിമാരാണ് ഇപ്പോൾ ഇവിടെ നിരന്ന് നിൽക്കുന്നത്. ഡെയിൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും തന്നെ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫാമിലി ആയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്ലൈമാക്സ് എപ്പിസോഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു വിജയിയെ കണ്ടെത്തിയേ പറ്റും അല്ലേ? അപ്പം മാക്സിമം ഇപ്പോൾ എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ മാക്സിമം ആരാണ് നന്നായി പാടാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നതും. അപ്പോൾ ഒരു ചെറിയ തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് വിഷമാണ്. കാരണം ഒരാളോ 2ആളോ 3ആളോ ഇങ്ങനെ ഔട്ടായി പോവല്ലേ കോമ്പറ്റീഷനിൽ. നിങ്ങളെ പിരിയുന്നതിൻ്റെ ആ ഒരു വേദന നമുക്കും ഉണ്ട്. എന്തായാലും സംഗീതം കൈവിടരുതെന്നാണ് എൻ്റെ ഒരു നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സജഷൻ. നിങ്ങൾ ഇനി മുതൽ മ്യൂസിക്കൽ വൈഫ്സാണ്, സംഗീതമുള്ള ഭാര്യമാരാണ്. അപ്പോൾ സംഗീതത്തോട് ചേർന്ന് നിൽക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.
താങ്ക് യു മഞ്ജരി. ഗായത്രി? 9 അമേസിങ് സിംഗേഴ്സ്. ഇത്ര മ്യൂസിക്കൽ പെർഫെക്ഷനോടുകൂടി പാടുക എന്ന് പറയുന്നത് ഈസി അല്ല. അപ്പം നിങ്ങൾ ഓൾറെഡി മൾട്ടി ടാസ്കിങ്ങിൻ്റെ അവതാരങ്ങളാണ്. നിങ്ങൾ യു ആർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹൗസ്, യു ആർ റണ്ണിങ് എ ഹൗസ്. ഇതിൽ പലവർക്കും മക്കളുണ്ട്, ഇതല്ലാതെ വേറെ കരിയേഴ്സ് ഉണ്ട് ഇതിൽ പലവർക്കും. എന്നിട്ടും നിങ്ങൾ ഇത്ര മനോഹരമായി പാടുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഗിഫ്റ്റാണ്. അപ്പം അത് മ്യൂസിക്കിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര ആഴമുള്ള സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പാടാൻ പറ്റുന്നത്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് പ്രേയേഴ്സ് ഫോർ എ വണ്ടർഫുൾ ജേർണി. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 9 മ്യൂസിക്കൽ വൈഫിൽ നിന്ന് സേഫ് ആയിട്ടുള്ള ആദ്യ 4 സ്ഥാനക്കാരെയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതിൽ ഇന്ന് ഗോൾഡൻ ബസർ നേടിയ കീർത്തന തന്നെയാണ് ഇന്നത്തെ പെർഫോമൻസിൽ ടോപ്പ് സ്കോറർ. അപ്പോൾ എല്ലാവരും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസത്തിനാണ് വന്നിട്ടുള്ളതെങ്കിലും ഇന്നത്തെ പെർഫോമൻസ് ഗോൾഡൻ ബസർ നേടി. അതുകൊണ്ട് കീർത്തന, യു ആർ സേഫ്. കൺഗ്രാജുലേഷൻസ്. ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇന്ന് നടത്തിയ പെർഫോമൻസ് ഇനിയും തുടരുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി സേഫ് ആയിട്ടുള്ള 3 പേരുടെ പേരുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ആദ്യ 3 സ്ഥാനക്കാരാണ്. അതായത് കീർത്തനയ്ക്ക് ശേഷം ആദ്യ 3 സ്ഥാനത്ത് വന്നിട്ടുള്ള 3 മ്യൂസിക്കൽ വോയിസിന്റെ പേരുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. പറയട്ടെ, ആർക്കാണ് ആ 3 സ്ഥാനത്ത് ഞാൻ എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസമുള്ളത്? ആരെ വിട്ടുകൊടുക്കാനും തയ്യാറല്ല, സ്വന്തമായിട്ട് ഏറ്റു പറയാനും തയ്യാറല്ല, അല്ലേ? ശരി, ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ആരാണെന്ന് ഞാൻ തന്നെ പറയാം. ഇന്നത്തെ പെർഫോമൻസിൽ 2ാമത് ഏറ്റവും കൂടുതൽ മാർക്കുകൾ നേടിയിട്ടുള്ളത് ശ്രീഷ്മ. ശ്രീഷ്മ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും സേഫ് ആയിട്ടുണ്ട്. ഹെൽത്ത് ഒക്കെ നോക്കണം. അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഫിനാലെ എത്താറായി. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി സേഫ് ആയിട്ടുള്ള 2 പേരുടെ പേരുകൾ ഞാൻ ഒരുമിച്ച് പറയുകയാണ്. പറയട്ടെ, ആതിര വിജിത്ത്, ഒപ്പം ശ്രുതി എസ് ബാബു. അപ്പോൾ ആതിരയും ശ്രുതിയുമാണ് 3, 4 സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നല്ല മാർക്ക് മേടിക്കുക. അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഡ്ജസ്, അപ്പോ ആദ്യ 4 സ്ഥാനത്ത് വന്ന് അടുത്ത റൗണ്ടിലേക്ക് ഓടിക്കേറിയ 4 പേരുടെ പേരുകളാണ് നമ്മളിപ്പോ അനൗൺസ് ചെയ്തത്. അപ്പോ 4 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്, അല്ലേ? അവര് 4 പേരും നന്നായി പെർഫോം ചെയ്തു, നല്ല മാർക്കുകൾ മേടിച്ച് ഇവരെക്കാൾ മുമ്പേ ഓടി അടുത്ത റൗണ്ടിലേക്ക് എത്തി. ഇനി നിങ്ങളിൽ ആരൊക്കെ അടുത്ത റൗണ്ടിലേക്ക് സേഫായി ലാൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളിൽ ആരൊക്കെ ഇവിടെ നിന്ന് താൽക്കാലികമായി വിട പറയും എന്നുള്ളത്. ഇനി റിസൾട്ട് പറയണ്ടേ? ഇനി നിങ്ങൾ 5 പേരിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഈ സംഗീതയാത്രയിൽ കൂടെ ഉണ്ടാകും എന്നറിയാനുള്ള സമയമാണ്. ജോയ്സ്, നമുക്ക് ഇന്നത്തെ പെർഫോമൻസിനെ പറ്റി സംസാരിച്ചാലോ? പെർഫോമൻസ് കഴിഞ്ഞല്ലോ. പെർഫോമൻസ് കഴിഞ്ഞു, പക്ഷെ റിസൾട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മൾ സേഫ് ആയിരിക്കുമോ ജോയ്സ്? അതെനിക്കറിയില്ല. പാടിയത് നന്നായി പാടി, പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു വരി മറന്നുപോയി. ജോയ്സ്, അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി കുറച്ച് നേരം കൂടി കാത്തിരിക്കണം. ഓക്കെ, ശ്രീകുട്ടി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ടാണ് എലിമിനേഷനിൽ വന്നത്. അത് നമ്മളെ ഒരുപാട് ബാധിച്ചോ? നമ്മുടെ പെർഫോമൻസിനെ കുറച്ച് കോൺഫിഡൻസ് കുറവ് വന്നു. ശ്രീകുട്ടിയിൽ നിന്ന് ഞങ്ങൾ ഇതായിരുന്നോ പ്രതീക്ഷിക്കേണ്ടിരുന്നത്? അതിരാ,
അതിന് ഭയങ്കര ഐശ്വര്യത്തോടു കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ത് റിസൾട്ട് വന്നാലും എനിക്ക് പറയാൻ ഒരു മടി. എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന ഒരു റിസൾട്ട് ആണെങ്കിൽ ആതിരയുടെ മുഖത്തൊക്കെ എങ്ങനെ ഞാൻ പറയും? അങ്ങനെ പറയേണ്ടി വരുമോ? ആതിര വിജയൻ ആതിരയോട് നേരത്തെ ചോദിച്ചപ്പോഴും പെർഫോമൻസ് സമയത്തൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞത് ഭയങ്കര കൂളായിട്ടാണ്. നമ്മൾ പുറത്ത് വെച്ച് സംസാരിച്ചപ്പോഴും എലിമിനേഷൻ ഇന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഉണ്ട്, അപ്പോൾ എന്തു വന്നാലും നേരിടാൻ തയ്യാറാണ് എന്നായിരുന്നു ആതിരയുടെ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചെടുത്തത്. അപ്പോൾ ആ പുറത്ത് കണ്ട ആ ഒരു കോൺഫിഡൻസ് ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിഖില വയനാട്ടുകാരിയാണ്, ചാപ്റ്റർ 2 സെക്കൻഡ് റണ്ണറപ്പാണ് അല്ലേ? അപ്പോൾ ആ ഒരു സെക്കൻഡ് റണ്ണറപ്പിൻ്റെ പെർഫോമൻസ് ആയിരുന്നോ ഈ ഒരു അവസാന സ്റ്റേജിൽ പെർഫോം ചെയ്തത്? അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടി എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും ആ വിശ്വാസം ഉണ്ടോ നിഖില? ആ ഉണ്ട്. ഇനി ഈ 5 പേരിൽ നിന്ന് സേഫ് ആയിട്ടുള്ള ഒരാളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ജോയ്സ് ആകാം, ശ്രീകുട്ടിയാകാം, ആതിരയാകാം, ആതിര വിജയനാകാം, ചിലപ്പോൾ നിഖിലയാകാം. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ അടുത്ത സ്റ്റേജിലേക്ക് സേഫായി ലാൻഡ് ചെയ്യുന്നത് ആതിര വിജയൻ. ആതിര അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ അടുത്ത സ്റ്റേജിലേക്ക് വളരെ ഈസിയായി കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ തുടരുക. ഇങ്ങനെയല്ല, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് അടുത്ത റൗണ്ടുകളിലൊക്കെ പെർഫോം ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ 15ാം വീക്കിൽ 5 മ്യൂസിക്കൽ വൈഫ് ഇവിടെ സേഫ് ആയിട്ടുണ്ട്. ഇനി ഈ 4 പേരിൽ സേഫ് ആയിട്ടുള്ള ഒരാളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ അടുത്ത സ്റ്റേജിലേക്ക് സേഫ് ആയിട്ടുള്ള മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്നത് ആതിര രജേഷ്. ആതിര, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഐശ്വര്യത്തോടു കൂടി നിൽക്കുന്ന ആതിരയെ നോക്കി സേഫ് അല്ല എന്ന് പറയുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്തായാലും ആ ബുദ്ധിമുട്ട് മാറി കിട്ടി, സേഫ് ആണ്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇനി റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത് നിങ്ങൾ 3 പേരുടെയാണ്. നിങ്ങൾ 3 പേരിൽ ആരൊക്കെ ഇവിടെ നിന്ന് സേഫ് ആകും, ആരൊക്കെ ഇവിടെ നിന്ന് പുറത്താകും എന്നൊന്നും എനിക്കറിയില്ല. റിസൾട്ട് എല്ലാം എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഈ കാർഡിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളിൽ 3 പേരിൽ ആരൊക്കെയോ എലിമിനേറ്റ് ആകും. ചിലപ്പോൾ 3 പേരോ ആകാം, ചിലപ്പോൾ 2 പേരോ ആകാം, ചിലപ്പോൾ ഒരാളാകാം. ഞാൻ ഇനി റിസൾട്ട് പറയാൻ പോകുന്നത് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ആദ്യം വിട പറയുന്ന ഒരാളുടെ പേരാണ്. നിങ്ങൾ 3 പേരും വാശിയേറിയ മത്സരമാണ് ഇതുവരെയുള്ള എല്ലാ സ്റ്റേജിലും നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ ദിവസത്തെ 5 മിനിറ്റിലുള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജഡ്ജസ് മാർക്കുകൾ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു വിധി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിനു മുമ്പ് അവസാനമായിട്ട് നിങ്ങൾ 3 പേരോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിഖില, കോൺഫിഡൻസ് ഉണ്ടോ സേഫ് ആകുമെന്ന്? ശ്രീകുട്ടി, ജോയ്സ്, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇന്ന് ഇവിടെ നിന്ന് താൽക്കാലികമായി വിട പറയുന്ന ആ ഒരു മത്സരാർത്ഥിയുടെ പേരാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്.
റിസൾട്ട് കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഇന്നത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് മാർക്കുകളൊക്കെ പ്രശ്നം വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ നിന്ന് താൽക്കാലികമായി വിട പറയുന്ന ആ ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് നിഖില. ഐ എം സോറി, യു ആർ ഔട്ട്. നിഖില, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു വർഷത്തെ ഒരു ജേർണിയാണ് നമ്മുടെ ഈ ഒരു സംഗീത യാത്ര. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ ഷോയിൽ വന്നതിന് ശേഷം നിഖിലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നിഖിലയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഷോ വഴി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സംഗീതം നിഖിലയെ ഒരുപാട് ഉയരത്തിൽ എത്തിച്ചു, അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു മ്യൂസിക്കൽ വൈഫ് ജേർണിയെ കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഇത്ര വലിയ വേദിയിൽ നിൽക്കാൻ പറ്റും എന്ന് തന്നെ വിചാരിച്ചിട്ടുള്ളതല്ല. കാരണം ഞാൻ വന്നിട്ടുള്ളത് വയനാട് നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചു. എല്ലാവരുടെയും ഒരു എന്താ പറയുക സപ്പോർട്ട് കൊണ്ട് ഇതുവരെ എത്തി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ എത്തിയതിൽ ഒരുപാട്. ചേച്ചി നിഖിലയെ കുറിച്ച്. നിഖില ചേച്ചി, മോള് പറഞ്ഞ വാക്കുകളിലുണ്ട് ആ കോൺഫിഡൻസ്. അതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. അതുണ്ടെന്ന് മോള് ഓരോ സ്റ്റേജസിലും എത്രയോ ആഴ്ചകളിലൂടെ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഒക്കെ മനസ്സിലാക്കി തന്ന ഒരു മിടുക്കിയായിട്ടുള്ള ഒരു സിംഗറാണ്. എവറിത്തിങ് ഈസ് ഫോർ ഗുഡ്. എല്ലാം നല്ലതിന് മാത്രമാണ് സംഭവിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെ മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. എല്ലാ അനുഗ്രഹങ്ങളും. ഓൾ ദി വെരി ബെസ്റ്റ്. ലവ് യു ചക്രേ. താങ്ക് യു ചേച്ചി. മഞ്ജരി, ഞാൻ ഈ ഒരു കോമ്പറ്റീഷനിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. ഞാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദത്തിനുടമയാണ് നിഖില. കാരണം ഇങ്ങനൊരു വോയിസ്, ഇതൊരു ഐഡൻറ്റിറ്റി ഉള്ള വോയിസാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു വോയിസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ വോയിസ് വെച്ച് നമ്മൾ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതൊരു കോമ്പറ്റീഷൻ, ഇതൊരു വേദി, നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ നിഖിലേനെ തന്നെ ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് മിനുക്കി എടുത്ത് ഒരു വലിയൊരു സിംഗറാക്കി എടുക്കണം. ഓക്കെ? അപ്പൊ എന്തുകൊണ്ടും അത് നിഖിലയ്ക്ക് പറ്റും. ഗോഡ് ബ്ലെസ് യു. ഗായത്രി. നിഖില വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സിംഗറാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തുറന്നിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള വോയിസിൻ്റെ ഉടമയാണ്. അപ്പം നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒരുപാട് ദൂരങ്ങൾ കടക്കാനുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ലൈഫിനെ അപ്രോച്ച് ചെയ്യുക. മോള് വെരി ഗുഡ് സിംഗർ ആൻഡ് ഗോഡ് ബ്ലെസ് യു. ഇനിയും കാണാം നമുക്ക്. താങ്ക് യു ഗായത്രി. പിന്നെ ചേച്ചി, ഇന്നാണ് നിഖിലയുടെ പെർഫോമൻസ് ആദ്യമായിട്ട് കാണുന്നത്. ഒറ്റ പാട്ട് മാത്രമാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ നിഖില നമ്മുടെ ഈ ഷോയിൽ നിന്ന് വിട പറയുകയാണ്. എന്താണ് ചേച്ചി പറയാനുള്ളത്? ഒരു വാക്ക് പറയാറില്ലേ, അരി വെന്തിട്ടുണ്ടോന്ന് നോക്കാൻ വേണ്ടി മുഴുവൻ എല്ലാം ഒന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഇത് എടുത്ത് അമർത്തി നോക്കിയാൽ മതി, അത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുന്നു. അത് ഒരു ഒറ്റ പാട്ട് മതി നിഖിലയുടെ അസറ്റ് എന്താണെന്ന് അറിയാൻ, അല്ലേ? നല്ല സിംഗറാണ്. യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. യു ക്യാൻ ലേൺ എനിത്തിങ്. ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു. നിഖിലയുടെ ഈ ഒരു മ്യൂസിക്കൽ ജേർണിയിൽ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് നിഖിലയുടെ ഹസ്ബൻഡ് മഹേഷന്. ഈ ഒരു സമയം നിഖിലോട് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. കാരണം ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടാണല്ലോ ആള് വിട പറയുന്നത്. പിന്നെ അതിലുപരി ഞാനും ഈ പറഞ്ഞ പോലെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, വർക്കിന് ശേഷം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ അവരെ നോക്കണം, അതിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതിനിടയിൽ എപ്പോഴാണ് ഈ സോങ് പഠിച്ച് ഇവിടെ വന്ന് പാടുന്നതെന്ന് പലപ്പോഴും ഞാൻ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. എന്നിട്ട് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയതിൽ തന്നെ വളരെ അഭിമാനം. അപ്പോൾ നിഖില, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും നിഖിലയുടെ ബാക്കി 2 സുഹൃത്തുക്കളുടെ റിസൾട്ട് അറിയാം. അപ്പം ഇനി റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത് നിങ്ങൾ 2 പേരുമാണ്, ജോയ്സ് ആൻഡ് ശ്രീകുട്ടി. ഓൾറെഡി നിങ്ങൾ 2 പേരും വിജയികളാണ്.
ജോയ്സ് ചാപ്റ്റർ 4 വിജയാണ്, ശ്രീകുട്ടി ചാപ്റ്റർ 5 വിജയാണ്. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ചെറിയ വിഷമമുണ്ട്. ഇതൊരു മത്സരം ആയതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ രണ്ടുപേരും റിസൾട്ട് പറഞ്ഞേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ സേഫ് ആകാം, ചിലപ്പോൾ രണ്ടുപേരും പുറത്താകാം, ചിലപ്പോൾ ഒരാൾ സേഫ് ആകാം, ഒരാൾ ഔട്ടാകാം. ജോയ്സ്, ഇപ്പോൾ റിസൾട്ട് പറയാം അല്ലേ? മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 15ാം വീക്കിൽ ഇനി ഇവിടെ നിന്ന് വിട പറയുന്ന അടുത്ത മത്സരാർത്ഥിയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ചിലപ്പോൾ ജോയ്സ് ആകാം, ശ്രീകുട്ടിയാകാം. എന്തു തന്നെയായാലും നിങ്ങളിൽ പുറത്തു പോകുന്ന ആ ഒരാളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. പറയട്ടെ? ശ്രീകുട്ടി, ഐ എം സോറി, യു ആർ ഔട്ട്. ശ്രീകുട്ടി ചാപ്റ്റർ 5 വിന്നറാണ്. വിന്നറായാണ് നമ്മൾ തുടക്കം കുറിച്ചത്. പക്ഷേ ഇതുവരെ മികച്ച പെർഫോമൻസുകൾ മാത്രം നടത്തിയിരുന്ന ശ്രീകുട്ടിയിൽ കഴിഞ്ഞ ആഴ്ച കുറച്ച് പ്രശ്നം വന്നു. നമ്മൾ എലിമിനേഷനിലെത്തി. ആ എലിമിനേഷൻ ഇന്നത്തെ പെർഫോമൻസിനെ കാര്യമായി ബാധിച്ചു. നമ്മുടെ ഈ 9 പേരിൽ ആദ്യ സ്ഥാനത്ത് നിൽക്കുന്ന കീർത്തനയും ശ്രീകുട്ടിയും തമ്മിൽ മാർക്കുകളുടെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു റിസൾട്ട്. അപ്പോൾ എന്താണ് ശ്രീകുട്ടി ഈ ഒരു യാത്രയെ പറ്റി അല്ലെങ്കിൽ ഈ പെർഫോമൻസുകളെ പറ്റിയൊക്കെ പറയാനുള്ളത്? ഞാൻ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ എന്തായാലും റിസൾട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പറ്റുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലിക്ക് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. പ്രശാന്തേട്ടനും ഫാമിലിയും എൻ്റെ ഫാമിലിയും എല്ലാം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒത്തിരി നന്ദി. ജഡ്ജസ് ഗായത്രി, ശ്രീകുട്ടിയെ ഞാൻ പറയേണ്ട കാര്യമില്ല, മോൾക്കറിയാം മോള് ഗംഭീരമായിട്ടുള്ളൊരു പാട്ടുകാരിയാണെന്നുള്ളത്. ദിസ് വാസ് ജസ്റ്റ് നോട്ട് യുവർ ഡേ. ഇങ്ങനത്തെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ ഇന്നിപ്പം മോളുടെ ടൈം ഫേവറബിൾ ആയിരുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് മോള് പുറത്തു പോകുന്നത്. പക്ഷെ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് യു ആർ എൻ ഇൻഫീരിയർ സിംഗർ അല്ലേ. യു ആർ സ്റ്റിൽ ഗ്രേറ്റ്. അപ്പോൾ മോൾക്ക് നമ്മളുടെ ടാലൻറ്റിൽ ഉള്ള ബിലീഫ് മാത്രമേ ഇനി ആവശ്യമുള്ളൂ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഗായത്രി. മഞ്ജരി, ഇങ്ങനെ ഒരു എലിമിനേഷൻ ഘട്ടത്തിൽ ഇത്രയും പെട്ടെന്ന് ശ്രീകുട്ടി എത്തും എന്ന് ഞാനും കരുതിയതല്ല. ഈ ഒരു വേദി ശ്രീകുട്ടിക്ക് ഒരു ചെറിയ ഒരു ലെസൺ, ഒരു പാഠമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം ഡേഞ്ചർ സോണിലേക്ക് പോയപ്പോഴത്തേക്ക് ശ്രീകുട്ടി ഒന്ന് ഡൗണായി. അതിനുശേഷമുള്ള പെർഫോമൻസ് അത് ആലോചിച്ച് മനസ്സൊന്ന് വിഷമിച്ച് ഒന്ന് പുറകോട്ടൊരു വലിവ് വന്നു, കോൺഫിഡൻസ് കുറഞ്ഞു. അങ്ങനെ ആവരുതെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കോൺഫിഡൻസിലാണ് എല്ലാം ഇരിക്കുന്നത്. സംഗീതം താനേ വരും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു മഞ്ജരി. അശേജി, ഞാനും ഒരു പെർഫോമറാണ്. എനിക്ക് ശരിക്കും ശ്രീകുട്ടി ഇന്ന് അനുഭവിച്ച ആ ചെറിയ ഒരു പ്രോബ്ലം എനിക്ക് മനസ്സിലാവും. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല. മത്സരമാവുമ്പോൾ അതിൽ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം എന്ന് വന്നേ പറ്റൂ. അതൊന്നും ശ്രീകുട്ടി എന്ന് പറയുന്ന ഗായികയെ വിലയിരുത്തുന്ന ഒരു കാര്യമായിട്ടേ ചിന്തിക്കരുത്. ഓൾ ദി വെരി ബെസ്റ്റ്. ലവ് യു സോ മച്ച്. താങ്ക് യു. വിനയ് ചേച്ചി. ശ്രീകുട്ടിയുടെ വേറെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ശ്രീകുട്ടി നല്ല മെലോഡിയസ് വോയിസ് ആണ്. പിന്നെ അതിന് പറ്റിയ നോളജ് ഉണ്ട്, എല്ലാം ഉണ്ട്. യു ആർ സൂപ്പർബ് ശ്രീകുട്ടി. യു ആർ ഫൈൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു ശ്രീകുട്ടി. അപ്പോൾ നമ്മൾ ഇനി റിസൾട്ട് അറിയാൻ പോകുന്നത് ജോയ്സിന്റെ റിസൾട്ടാണ്. ജോയ്സ് സേഫ് ആണോ അതോ ഇവിടെ നിന്ന് വിട പറയുമോ എന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ജോയ്സ്, അപ്പോൾ ഇന്നത്തെ പെർഫോമൻസിൽ മധുചേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരു വാക്ക് പറഞ്ഞിരുന്നു അല്ലേ? എന്തായിരുന്നു? വിട പറയും
കഹനനെ അത് കന്യ വിട്ടുപോയി. ആ വിട്ടതുകൊണ്ട് മതിച്ചേട്ട ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നൊക്കെ, അല്ലേ? അപ്പോ അത് നമ്മുടെ റിസൾട്ടിനെ ബാധിച്ചോ? അറിയൂല. അപ്പോൾ ജോയ്സ്, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഇന്നത്തെ പെർഫോമൻസിന് ജോയ്സിന് കിട്ടിയ മാർക്കുകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ ജോയ്സിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഐ എം സോറി, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ ജോയ്സ് എന്തായാലും നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നമ്മളിപ്പോൾ സേഫ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അടുത്ത റൗണ്ടുകളിലൊന്നും ഇങ്ങനെ ആകരുത്. നല്ല മാർക്കിന്റെ മാർജിൻ വേണം നമുക്ക്. ഇനി ഫിനാലെ എത്താൻ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഓക്കെ, അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വോയ്സ് മെഗാ ഫൈനലിലെ ഈ 15ാം വീക്കിൽ നമ്മളോട് വീട് പറയുന്ന 2 മ്യൂസിക്കൽ വോയ്സ് എന്ന് പറയുന്നത് ശ്രീകുട്ടി ഒപ്പം നിഖിലയാണ്. രണ്ടുപേർക്കും മൊമെന്റയും സർട്ടിഫിക്കറ്റും ഉണ്ട്. അത് നൽകാനായി ജഡ്ജസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജഡ്ജസ്, അപ്പം എന്തായാലും മ്യൂസിക്കൽ വൈഫിന്റെ ഇവിടെ വരെയുള്ള സംഗീത യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 മ്യൂസിക്കൽ വോയ്സ് ആണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് മൊമെന്റയും സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ കൂടെ ഇവരുടെ ഹസ്ബൻഡ്സും ഈ വേദിയിൽ ഉണ്ടാകണമെന്ന്. അതുകൊണ്ട് നമുക്ക് ഇവരുടെ 2 പേരുടെയും ഹസ്ബൻഡ്സിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രശാന്ത് ഏട്ടൻ ആൻഡ് മകേഷ് ഏട്ടൻ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 15ാം വീക്കിൽ നമ്മളോട് വിട പറയുകയാണ് നിഖില. അപ്പോൾ നിഖിലയ്ക്ക് മൊമെന്റയും സർട്ടിഫിക്കറ്റ് ഉണ്ട്. മൊമെന്റ് നൽകാനായി വിനയ് ചേച്ചിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് നൽകാനായി ആശ ചേച്ചിയും ഗായത്രിയും ക്ഷണിക്കുന്നു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഈ 15ാം വീക്കിൽ ഇനി നമ്മളോട് താൽക്കാലികമായി വിട പറയുന്നത് ശ്രീകുട്ടിയാണ്. ശ്രീകുട്ടിക്ക് മൊമെന്റ് നൽകാനായി വിനയ് ചേച്ചി ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് നൽകാനായി ആശ ചേച്ചിയും മഞ്ജരിയും ക്ഷണിക്കുന്നു. പ്രശാന്ത് ഏട്ടാ, ശ്രീകുട്ടിയുടെ കൂടെ നിഴല് പോലെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു വിഷമത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇവർ 2 പേരെ ഇവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞു വിടുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഇവർ ഒരു വലിയ തുടക്കത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. കാര്യം ചാപ്റ്റർ 5 പങ്കെടുക്കാൻ ഒരു അവസരം ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടി. അതിൽ വിജയിയായി. അപ്പോൾ ആ സന്തോഷം അതിൻ്റെ അളവിൽ തന്നെ അത് അനുഭവിക്കാൻ പറ്റി. വീണ്ടും ഇതുവരെ എത്താനായിട്ട് സാധിച്ചു. ഒക്കെ വലിയൊരു ഈശ്വരാനുഗ്രഹവും ഗുരുദേവന്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. എല്ലാത്തിനും വളരെ നന്ദിയുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ 2 പേരുടെയും ഇനിയുള്ള ജീവിതത്തിന് എല്ലാവിധ ആശംസകളും ഉയർച്ചകൾ മാത്രം സംഭവിക്കട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പോൾ മകേഷ് ഏട്ടാ, നിഖില, 2 പേർക്കും എല്ലാവിധ ആശംസകളും ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രം ഉണ്ടാകട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക് വൈഫ് മെഗാ ഫൈനലിന്റെ ഇന്നത്തെ ഈ 15ാം വീക്കിലെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ എലിമിനേഷൻ കഴിഞ്ഞ് 2 പേരാണ് ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയത്. ഇനി 7 പേരുടെ തകർപ്പൻ പെർഫോമൻസുകൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. എന്തായാലും മ്യൂസിക് വൈഫ് മെഗാ ഫൈനൽ അവസാന ലാപ്പിലേക്ക് കുതിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി ഇവിടെ എത്തിയ വിനയ് ചേച്ചി, ഒരുപാട് നന്ദി. ചേച്ചിയുടെ ഒരു സപ്പോർട്ടും ചേച്ചിയുടെ കമന്റ്സും എല്ലാം നമ്മുടെ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു ഊർജം തന്നെയായിരുന്നു. അപ്പോൾ ഇനിയുള്ളവരുടെ എല്ലാ റൗണ്ടിലും ഈ ഒരു എനർജി കൂടെ തന്നെ ഉണ്ടാകട്ടെ. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്കിന്ന് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ അടുത്ത ആഴ്ച ഇന്ന് നടന്ന അതേ റൗണ്ടുകൾ, പുതിയ പാട്ടുകൾ, നമ്മുടെ 7 മ്യൂസിക്കൽ വൈസ്. അപ്പൊ എന്തായാലും വാശിയുടെ പോരാട്ടം നമുക്ക് അടുത്ത ആഴ്ചയും കാണാം. ഇത് മലബാർ ഗോൾഡ് ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എലിക്സർ പവർഡ് ബൈ MCR പ്യൂർ കോട്ടൺ ക്ലബ് ട്വിൻ ബെഡ്സ് ലെഗിൻസ്. ബൈ, ഗുഡ് നൈറ്റ്.